ശബരിമല യുവതീ പ്രവേശനത്തിൽ KPMSനെ തള്ളി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സ്ത്രീ പ്രവേശനത്തിൽ മുൻ നിലപാടുമായി മുന്നോട്ട് പോകില്ല. ആചാരാനുഷ്ഠാനങ്ങൾ സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. ഞങ്ങളുടെ ഒരു വിഷയം ഇപ്പോൾ ഞങ്ങൾക്കിത് സുപ്രീം കോടതിയിൽ വിശാല ബെഞ്ചിൽ പോയിട്ടുള്ളൊരു കേസാണ്. റിവ്യൂ പെറ്റീഷനൊക്കെയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് മാത്രമേ നമ്മൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായം പറയാൻ കോടതിയിൽ മുന്നിൽ അറിയിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായം ബഹുമാനപ്പെട്ട കോടതിയെ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് അറിയിക്കുവാനാണ് ബോർഡ് പരിശ്രമിക്കുന്നത്. ഗോകുൽനാഥ് ചേരുന്നു വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ഗോകുൽനാഥ്, എന്താണ് ദേവസ്വം ബോർഡിന്റെ നീക്കം? സുജയ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം, KPMS എന്ന സംഘടന അത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വാക്കിനെ വിശ്വസിച്ചുകൊണ്ടാണ് യുവതീ പ്രവേശന സമയത്ത് വനിതാ മതിലിനൊക്കെ തന്നെ മുന്നിട്ടിറങ്ങുകയും അങ്ങനെ യുവതികളെ അണിനിരത്തുകയും ഒക്കെ ചെയ്ത ഒരു സംഘടനയാണ്. ഏറ്റവും പുരോഗമന ആശയവുമായി മുന്നിട്ട് പോകുന്ന ഒരു സംഘടന കൂടിയാണ്. ആ സംഘടനയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കിനെയും അതേപോലെ തന്നെ ദേവസ്വം ബോർഡിനെയും വിശ്വസിച്ച ഒരു സംഘടനയ്ക്ക് തിരുത്തി പറയേണ്ട ഒരു അവസരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതെന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് KPMSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പുന്നല ശ്രീകുമാർ വാർത്താ സമ്മേളനം വിളിക്കുകയും അതിൽ കൃത്യമായി പറയുകയും ചെയ്ത് ദേവസ്വം ബോർഡും അതേപോലെ സർക്കാരും യുവതീ പ്രവേശന വിഷയത്തിൽ അതിന് നിലപാടുകൾ തിരുത്തിയിട്ടില്ല, മാറ്റിയിട്ടില്ല. യുവതികൾ കയറണം എന്നുള്ള ഒരു പുരോഗമന ആശയവുമായി തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ആ ആശയത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് തന്നെ KPMSന്റെ വാദത്തെ തള്ളിയിരിക്കുകയാണ്. അതായത് യുവതീ പ്രവേശനത്തിൽ ദേവസ്വം ബോർഡ് മലക്കം മറിഞ്ഞു എന്നുള്ള കാര്യത്തിൽ വ്യക്തത നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ സംബന്ധിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തുന്നു. വിശാല ബെഞ്ചിലും പരിഗണനയിലുള്ളത് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിലേത് വിധി ആധാരമാക്കണം? ശിരൂർ മഠ കേസാണോ ആധാരമാക്കേണ്ടത് എന്ന ചോദ്യമാണ്.